അവൻ എന്റെ മകനേ അല്ല. ഞാൻ പ്രസവിച്ചതൊക്കെ തന്നെ. പക്ഷെ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായി ഇങ്ങനെ ഒരു മോൻ. അവൻ എന്റെ മോനേ അല്ല. ഇതൊന്നൊന്ന് കഥകളിയോ? പാരമ്പര്യോ? അല്ല, നിന്റെ അച്ചാച്ചൻ വലിയ ഓട്ടം തുള്ളലുകാരനായിരുന്നില്ലയോ? ആ പാരമ്പര്യം നിനക്കും കിട്ടിയതായിരിക്കും. എന്ന് വെച്ച് ഓട്ടം തുള്ളൽ പഠിക്കൊന്നും വേണ്ട കേട്ടോ. അച്ചമ്മ വട്ടക്കളിയും തിരുവാതിരകളിയും എല്ലാം പഠിപ്പിച്ചു തരാം. പിന്നെ ഞാനായിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കലാരൂപവും ഉണ്ട്, അമ്മിണിയാട്ടം. അതും പഠിപ്പിച്ചു തരാം. ഇതേട്ടാ, നിന്റെ അച്ഛനെ മാത്രം നീ വിശ്വസിക്കരുത്. മഹാചതിയനാ. അപ്പൊ എന്റെ അമ്മ എങ്ങനെയാ? അവള് വെറും പാവോ. പക്ഷേ ഒരു മലവാഴയാ. എന്റെ മകൻ അവളെ അനുദിനം ചതിച്ചോണ്ടിരിക്കുക. തന്തൂരി ചിക്കനോ അൽഫാൻ ചിക്കനോ അങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. തന്നെയും അല്ല, ചില മെനകെട്ടോമാരെ കണ്ടാൽ എനിക്ക് ഒരു ഭക്ഷണം ഇറങ്ങിയേയില്ല. എനിക്കും അങ്ങനെയാ. ചില ഹീന ജന്തുക്കളെ കണ്ടാലേ കഴിച്ച ഭക്ഷണം വൊമിറ്റ് ചെയ്യും. നമസ്കാരം. സോറി. ഇവരെന്തിനാ ഋതുമോളെ കാണുമ്പോ നമസ്കാരം നമസ്കാരം എന്ന് പറയുന്നേ? അതെ, ഞാൻ ഭക്തിമാർഗത്തിലായതുകൊണ്ടാ. അല്ലയോ ധൃതിക മോളെ? അതൊന്നും കൊണ്ടല്ല, ഇവരെ പേര് മാറ്റി നമസ്കാരത്തി അമ്മിണീന്നാക്കി. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? പോയ കാര്യമെല്ലാം സക്സസ് ആയി രാധമ്മേ. ഓഫീസിൽ വെച്ച് അച്ഛനുമായിട്ട് എല്ലാം സംസാരിച്ചു. അച്ഛൻ ചില കാര്യങ്ങൾക്ക് അഡ്വൈസ് തരാനാ വിളിപ്പിച്ചത്. അപ്പൊ പിന്നെ സന്തോഷായല്ലോ. ഓഫീസിൽ എത്തണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പൊ അങ്ങനെയാ. ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ടെൻഷനാവും. എന്താന്നറിയില്ല. അതെ, മനക്കെട്ടില്ലാഞ്ഞിട്ടാ. എന്നെ നോക്ക്, ആകാശം ഇടിഞ്ഞു വീഴാൻ പോണെന്ന് പറഞ്ഞാലും പോട്ടെ അതെന്ന് ഞാൻ പറഞ്ഞു. അല്ല, മരപോന്ത് പോലൊരു മകനെ പ്രസവിച്ചിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? പോട്ടെന്ന്. ഞാൻ മാഡത്തിനെ കൊണ്ടാക്കാമെന്നാ. എനിക്ക് തിരിച്ച് ഓഫീസിൽ പോണം. ഞാൻ ഇറങ്ങട്ടെ. നീ പിന്നെയും പോവാണോ? പോണോ അച്ഛാ? ഞാൻ പോയിട്ട് വരാം. ഫോൺ നന്നാക്കി കിട്ടി അപ്പൂപ്പ? കിട്ടി മോളെ. പക്ഷെ അപ്പൂപ്പന്റെ സിം കാർഡ് എന്തോ ബ്ലോക്ക് ആയി പോയി. പുതിയ സിം കാർഡ് ഇട്ടിരിക്കുക. അതിന് കുഴപ്പമില്ല, മോക്ക് ഗെയിം കളിച്ചാ പോരെ. താപിടി. വേണുങ്ങളെ, എനിക്ക് പുറത്തു പോണം. ചില സാധനങ്ങളൊക്കെ വാങ്ങാനാ. അങ്കിളിന് എന്റെ കൂടെ വരാവോ? പിന്നെന്താ, മോള് വാ, നമുക്ക് പോയിട്ട് വരാം. അങ്കിളിന് ഫ്രഷ് ആവണ്ടേ? ഏയ്, നമുക്ക് പോവാന്ന്. അപ്പൊ ശരി രാധമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോളെ. ഏതായാലും നീ തന്നെ അവസാനമായി ഒരു വട്ടം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. അത് മതി. ശരി. എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. ഒരു ഫാമിലി ഇഷ്യൂ. ഞാനും ഋതിക മേഡം തമ്മിലുള്ള പ്രശ്നം എന്റെ ഒരു സുഹൃത്തിൻ്റെതാക്കി വർമ്മ സാറിനോട് അവതരിപ്പിച്ചാലോ? അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായാലോ? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആലോചിച്ചതേ, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ഇതുപോലൊരു ഇഷ്യൂ.
ഇതുപോലെയല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. സാറിനോട് പറഞ്ഞ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? ആ, എനിക്ക് സമയമുണ്ടല്ലോ, നീ പറയൂ. ഹരിശങ്കർ എന്നാ എന്റെ ഫ്രണ്ടിന്റെ പേര്. ഭാര്യയുടെ പേര് വന്ദന. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഭാര്യയോട് ഭർത്താവിന് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ അവന് അവളോട് പ്രണയമില്ല. അത് കൊള്ളാലോ. ഇഷ്ടമാണ്, പക്ഷെ പ്രണയമില്ല. ഇഷ്ടവും പ്രണയവും രണ്ടും രണ്ടാണല്ലേ? എന്നാ ബാക്കി പറയും. പക്ഷേ ഭാര്യ അങ്ങനല്ലായിരുന്നു. ഭർത്താവെന്ന് വെച്ചാ ജീവനായിരുന്നു. അതിലുപരി പ്രണയമായിരുന്നു. ഇതിങ്ങനെ തുടർന്നു പോന്നു. ഭർത്താവിന് ഭാര്യയോട് പ്രണയമില്ലെന്ന് തോന്നി തുടങ്ങിയ ഭാര്യ പതിയെ പതിയെ ഭർത്താവുമായിട്ട് വഴക്കിടാൻ തുടങ്ങി. ഭാര്യയ്ക്ക് ഒരു തരത്തിലും ഒരു വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് പതുക്കെ പതുക്കെ ഭാര്യയോട് അടുക്കുകയും ഭാര്യയോട് വലിയ പ്രണയം തോന്നി തുടങ്ങുകയും ചെയ്തു. ഇതൊരു വിചിത്രമായ പ്രണയത പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ബാക്കി പറയൂ, കേക്കട്ടെ. ഭർത്താവിന് ഭാര്യയോട് പ്രേമം തോന്നി തുടങ്ങിയപ്പോ ഭാര്യയ്ക്ക് വലിയ വഴക്ക്. ഇപ്പൊ അവര് തമ്മില് വേർപിരിയേണ്ട വക്കിലാ കാര്യങ്ങള്.